നമ്മുടെ തേങ്ങാപ്പാലിൽ കുഴഞ്ഞ മസാല അങ്ങ് എടുത്ത് വെച്ചു. വലിയൊരു പീസ് അങ്ങ് മുറിച്ചിങ്ങനെ വെച്ചു. എന്നിട്ട് അങ്ങ് ചുരുട്ടി. അപാര രുചി. എരിവ്, പുളി, ചെറിയൊരു മധുരം ഒക്കെ പാകമാണ്. അപ്പം ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് നിർവാണയാണ്. നെയ്മൊന്നും കൊണ്ടാണ് നിർവാണ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒത്തിരി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയധികം പേര് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുമോ എന്നുള്ള ഒരു സംഭവം. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഷെഫ് പിള്ള സാർ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസി കിട്ടുമോ എന്നുള്ള പേടിയാണ്. അതിനൊരു കിടിലൻ ട്രിക്കും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ. നമ്മൾ നാരങ്ങ വേണം. അത്ര മൂത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഹാഫ് മതി കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞതായതുകൊണ്ട് രണ്ടും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. കറിവേപ്പില വേണം. നമുക്ക് എന്ത് കറിയിലും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണല്ലോ. വേനൽക്കാലം ആയതുകൊണ്ട് സംഭവം കോൺട്രയാണ്. എന്നാലും നമുക്കിത് മതി. പണ്ടൊക്കെ ഒരു ആപ്പിൾ നിന്നിട്ട് ഒരു ദിവസം അസുഖങ്ങളെ മാറ്റി നിർത്തുന്നൊക്കെ ആയിരുന്നു പറയണത്. ആപ്പിളിൻ്റെ വില ഒന്നാമത്, പിന്നെ ആപ്പിൾ വാക്സും അതും ഇതൊക്കെ തേച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ തീരുമാനം മാറ്റി. ആപ്പിളിന് ഒരു ദിവസം ഒരു പേരൊക്കെ എന്നാൽ മതി. പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഗുണത്തിന് ഒട്ടും പുറകോട്ടല്ലാന്ന്. മൂവാണ്ടൻ മാങ്ങ ഒരെണ്ണം എടുക്കുവാണേ. മൊത്തം വേണ്ട കേട്ടോ. നോർമലി മൂവാണ്ട മാങ്ങ നമ്മുടെ മീനിലൊക്കെ ഇടുമ്പോൾ ഏത് മാങ്ങിയിട്ടാലും നമ്മൾ തൊലി കളയണ്ട. പക്ഷെ ഫിഷ് നിർവാണ ആയതുകൊണ്ട് നമ്മൾ തൊലി കളയണം. അപ്പോൾ എന്ത് കറിയും അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലാവണമെങ്കിൽ നമ്മൾ പരമാവധി നാച്ചുറലായിട്ടുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഒരു പറമ്പിലേക്ക് പോലെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് ബാഗിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇഞ്ചിയൊക്കെ ഇത് മതി, ധാരാളത്തേക്ക് മതി കേട്ടോ. നമ്മൾ കിങ് ഫിഷാണ് എടുത്തേക്കുന്നത് കേട്ടോ. കഷ്ടി 150 ഗ്രാമിൻ്റെ ഒരു പീസാണ്. നല്ല കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു അരനാരങ്ങ മുറിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് കലക്കി, നമ്മുടെ ചുമന്ന കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് 2 ടീസ്പൂൺ ഇട്ടു. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കലക്കാം. കുറച്ചൊരു ഗ്രേവി വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു 2-ാം പാല് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ മീൻ വറക്കണ പോലെ അല്ല കേട്ടോ. ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് നമ്മൾ കലക്കേണ്ടത്. ഓക്കെ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഒരു ടേസ്റ്റിനാണ് ചെയ്തത്. 2-ാം പാലാണ്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് 1 മണിക്കൂർ ഇവനെ അങ്ങോട്ട് സെറ്റാക്കി വെക്കണം. ഫിഷ് നിർവാണ എന്ന് പറഞ്ഞാൽ ഒരുപാട് എരിവൊന്നുമില്ല. കൂടുതലും ആ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ. എന്നാൽ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്താണെങ്കിൽ ഒരല്പം കൂട്ടിയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിടിച്ചട്ടി. ഇത് അടപ്പിൻ്റെ കൂടെയുള്ള അല്ല കേട്ടോ, ഞാൻ അടപ്പെടുത്താണ്. അപ്പോൾ ഇത് നമ്മുടെ മീൻ ചട്ടിക്ക് വാൽ വെച്ചതാണ്. അപ്പോൾ വാൽച്ചട്ടി എന്നാണ് പേര്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫിഷ് നിർവാണം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് നമ്മുടെ ഈ ചട്ടി ഇപ്പോൾ വാങ്ങുന്നവർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അടുപ്പിൽ വെച്ചാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഗ്യാസിൽ വെച്ചാൽ പൊട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ചട്ടി ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സാധനം ഞാൻ അടുപ്പിൽ ഇപ്പം മയക്കി കഴിഞ്ഞാണ് കേട്ടോ. അടുപ്പിലും ഞാൻ വെക്കും, ഗ്യാസിലും വെക്കും. 1 വർഷം കഴിഞ്ഞ് ഈ ചട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാവും. എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഈ കത്തിച്ച് വെച്ചു. നല്ല തീയായി കണ്ടോ, നോക്കിക്കേ. ചട്ടി ഇങ്ങനെ പുകഞ്ഞ് വന്ന് സിമ്മിലേക്ക് മാറ്റി ഒരല്പം എണ്ണ, ഷാലോ ഫ്രൈ അല്ലേ ഉള്ളൂ. ചട്ടിയുടെ എല്ലായിടത്തും നമ്മളാക്കി. ചെറിയ തീയാണ് കേട്ടോ, വളരെ ചെറിയ തീയാണ്. കുറച്ച് കൂടി പോയിട്ട് ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. അത് കൈയുടെ ഒരു പ്രശ്നമാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ നമ്മുടെ കറിവേപ്പില ബെഡ് വെച്ചു. മീൻകൂട്ട നോക്കിക്കേ, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. പെടയാതെ ഇതെടുത്ത് നമ്മളങ്ങോട്ട് വെച്ചു. മീഡിയം തീ ആക്കി ഞാൻ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചട്ടി ചൂടാണ്. ഓക്കെ. സിമ്മാക്കിയിട്ട് നമ്മൾ വെച്ചു. ഇനി മീഡിയം തീയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഒരു എണ്ണയും പിടിക്കുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് ഒരു ഭാഗവും 5 മിനിറ്റ് മറുഭാഗവും അത്രയാണ് വെക്കണം. 4 മിനിറ്റൊക്കെ ആയാൽ മതിയായിരിക്കും. നമ്മൾ ഏകദേശം ഒരു ഹാഫ് കുക്കിൽ കൂടുതലാണ് എടുക്കുന്നത്. വറുത്ത് കോരിയിട്ടുണ്ട്. ഒരു ഭാഗം 4 മിനിറ്റ്, മറ്റേ ഭാഗം 4 മിനിറ്റ്. നിങ്ങൾ നോക്കിയാൽ മതി. കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിൽ ഫസ്റ്റ് വാങ്ങുമ്പം ഞാൻ എത്ര നന്നാക്കിയിട്ടാണ് തരുന്നതെങ്കിലും ഒരു ചെറുതായിട്ടുള്ളതായി ഈ ഒരു ചെറിയ പിടുത്തുണ്ടാവും. പക്ഷെ അത് നമ്മുടെ മീനിലൊന്നും ബാധിക്കില്ല. എണ്ണ നമുക്ക് വേണം. ഈ ചട്ടി എടുത്തതേ മാറ്റി വെച്ചു. വാൽ ചട്ടി ഇതങ്ങോട്ട് വെച്ചു. ഈ എണ്ണ എടുത്ത് പരട്ടുവാണ്. വേറെ എണ്ണയൊന്നും വേണ്ട. ഈ എണ്ണ തന്നെ നമ്മളെടുത്ത് പരട്ടി. ഇനി നമുക്ക് വേണ്ടത് കോക്കനട്ട് തിക്ക് മിൽക്ക് പൗഡർ എടുത്തു. അതിൽ 1 കപ്പ് നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ എടുത്തു. 1-ാം പാൽ നമ്മൾ വെള്ളമില്ലാതെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അതൊന്നും കൂടെ അടിച്ചപ്പോൾ നമുക്ക് 2-ാം പാൽ കിട്ടി. കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കണം കേട്ടോ. പൊട്ടി പോകാതിരിക്കാൻ 2 തുമ്പൽ വെക്കുന്നുണ്ട് കേട്ടോ. പോയാൽ പണിയാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് വാട്ടിയിട്ടുള്ള ഇലയാണ്. നമ്മുടെ പാകത്തിന് ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ മേല ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ അങ്ങോട്ട് ഇടുകയാണ്. നമ്മൾ ഒരു തുണ്ട് തന്നെ ഉള്ളൂ, ബാക്കി ഉണ്ടോ അതങ്ങ് അരിച്ചൊഴിക്കണം കേട്ടോ. ഇനി ആ മട്ട് വന്നാൽ ശരിയാവില്ല. മീനെ നമ്മളതേ അങ്ങനെ അങ്ങോട്ട് ഒരു സ്കില്ലിലൊക്കെ വെക്കണം കേട്ടോ.
ഇതുവരെ പൊട്ടിക്കാതെയൊക്കെ വെച്ചു. ഓക്കെ, എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. തേങ്ങാപ്പൊടി പാലൊഴിച്ചു. ഇനി ഇതാ നമ്മുടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു. 2 മുളക്, പച്ചമുളക് കുനുകുനൂന്ന് അരിഞ്ഞത്, ഇഞ്ചി 1 ഇഞ്ച് നല്ല കുനുകുനൂന്ന് അരിഞ്ഞത്. ഇതൊന്നും പറക്കി മാറ്റമൊന്നും വേണ്ട, അത്ര കുഞ്ഞായിട്ട് അരിഞ്ഞാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത്, ഒരു കടിയൊക്കെ വേണ്ടേ. ഹാഫ് മാങ്ങ, അതിൽ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം നല്ല മൂവാണ്ടൻ മാങ്ങ, അധികം പുളിയില്ലാത്ത, ഒത്തിരി മൂത്തിട്ടില്ല. ഇളം കറിവേപ്പില കേട്ടോ, ഇളം കരിവേപ്പില ഇട്ടു. അയ്യോ, അത് കളയണ്ട, അത് ഇതാണ്. ഇങ്ങനത്തെ പണിക്കൊന്നും നിങ്ങൾ വെക്കരുത് കേട്ടോ. തിരിച്ച് മാന്തി എടുത്തു. അയ്യോ, മിക്സ് ചെയ്യട്ടെ. പണി ആയാണോ? ഇല്ല, ഇപ്പം പണി പാളി തന്നെ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. ഉപ്പിട്ടു. അപ്പോൾ അതേ നമ്മൾ മൂടി വെച്ചു കറക്റ്റ് 5 മിനിറ്റ്. നമ്മൾ ഏകദേശം ഒരു 3/4 കുക്കായതാണല്ലോ. എന്നിട്ട് തീ ഞാൻ മീഡിയം ഹൈയിലാണ് വെച്ചേക്കുന്നത്. തീ ഒട്ടും കൂടരുത്. 5 മിനിറ്റ്. ഓക്കെ, തിളച്ച് സെറ്റായി. ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഞാനതാ കുറച്ചും കൂടെ ഒരു കറിവേപ്പില ഇടുകയാണ്. ഓഫ് ചെയ്തു കേട്ടോ. വെന്ത വെളിച്ചെണ്ണ 1 സ്പൂൺ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു. ഇനി വേഗം ഞാൻ ഈ ചൂടോടുകൂടി അടച്ചൊരു 10 മിനിറ്റ് വെക്കുകയാണ്. ഓക്കെ, സാധനം റെഡിയാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അല്ല കുറുകി 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 സെറ്റാണ്. ഞാൻ നോക്ക്, അത്രയും പാലൊഴിച്ചാലും വായിൽ കപ്പലോടിയിട്ട് വയ്യ. ഇതേ ഇതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ടാണ് പലരും ഫിഷ് നിർവാണയുടെ വീഡിയോ നമ്മളെ കാണിച്ചു തരുന്നത്. പക്ഷെ ഒരിക്കലും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് ഈ ഒരു ടേസ്റ്റ് വരത്തില്ല. ഒന്നാമത്തെ കാര്യം. ഇതിൽ ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. പക്ഷേ ഈ തേങ്ങാപ്പാൽ പകുതി തേങ്ങാപ്പാലും പകുതി നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ഇട്ടാൽ മാത്രമേ ഒരു രുചിയും മണവും ഗുണവും കൺസിസ്റ്റൻസിയും ഒക്കെ കിട്ടും. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പത്തിരിയുടെ കൂടെയാണ് തിന്നുന്നത് കേട്ടോ. ഇത് നമ്മുടെ മീൻ വറുത്ത ചട്ടിയാണ്, കണ്ടല്ലോ. ഇതിൽ തന്നെ പത്തിരിയും ചൂടാ, ഓട്ടടയൊക്കെ ചൂടാ. അപ്പോൾ നമ്മുടെ ചട്ടികൾ മൾട്ടി പർപ്പസ് ആണെന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. മുറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ചാറിങ്ങനെ എടുത്തു, ഒഴിച്ചു. ആദ്യം ഞാനേ മീൻ തിന്ന് നോക്കട്ടെ. ഇത്രയൊക്കെ മുളകിട്ടിട്ടോ എരിവില്ല കേട്ടോ. എൻ്റെ ഒരു ലെവലിൽ നെയ്മീൻ്റെ രുചി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രക്ഷയില്ല. ഇനി ചാറും കൂട്ടിയിട്ട് നമുക്കൊന്ന് പടച്ച് നോക്കാം. മാങ്ങയുടെ കഷ്ണങ്ങൾ വന്നു. മീനില്ലാതെ ചാറ് മാത്രം കേട്ടോ പത്തിരി. ഫിഷ് നിർവാണ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഷെഫ് പിള്ള സാറാണെങ്കിൽ പോലും ഇപ്പോൾ ഓരോ വീട്ടിലും നമുക്കത് ഉണ്ടാക്കാനുള്ള റെസിപ്പി പുളി തന്നെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊരു ടേസ്റ്റാ, എങ്ങനെ പറയാ, ഭയങ്കര ടേസ്റ്റ്. ഐട്ടം മാങ്ങയ്ക്ക് പോലും ടേസ്റ്റ്. ഒന്നും മാറ്റി വെക്കാനില്ല. ഇഞ്ചിയൊക്കെ കുഞ്ഞായത് കാരണേ ചെറിയ പുളിയുള്ള മാങ്ങ വേണം, അധികം മൂക്കാത്ത മാങ്ങ വേണം. അടിപൊളി. നമ്മുടെ മീനും ചാറും മാങ്ങയും ആ തേങ്ങാക്കൊത്ത് ഇട്ടതൊരു കറക്റ്റ് വൈസ് ഡിസിഷനാണ് കേട്ടോ. അതിൻ്റെ ഒരു കടി. പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കുറച്ചും കൂടെ മുളക് നമുക്ക് ഉപയോഗിക്കാം. ഏത് മുളക്? പച്ചമുളക്. നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഒന്ന് പിരിഞ്ഞു പിരിഞ്ഞു പോലെ കിടക്കും. ഇത് കണ്ട കറക്റ്റ് അല്ലേ? 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. എല്ലാ സാധനങ്ങളും കറക്റ്റ് അളവിൽ വന്നുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. മീനിൻ്റെ ശരിക്കും ആവശ്യമില്ല ലാസ്റ്റ് ആയത്തിന്. കാരണം ആ മീനിലെ എസൻസ് മൊത്തം എസൻസ് മൊത്തം ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാലിൻ്റെ രുചി, ബട്ടറിൻ്റെ ഒരു കൊതിപ്പിക്കുന്ന മണവും രുചി. ചാറ് മാത്രം ഒന്ന് എടുത്ത് നോട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല, പെർഫെക്റ്റ്. നിങ്ങൾ വെച്ച് നോക്കുക. ഈ നെയ്മീൻ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ഒതുക്കാവുന്ന ഒരു മീൻ വെച്ചിട്ട് സെയിം റെസിപ്പി വെച്ച് നോക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യണം. എരിവ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നവർക്ക് 2 പച്ചമുളകും കൂടി ഇടാം, അല്ലെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇടാം. പെർഫെക്റ്റ്.